കാരണം ഇതിൻ്റെ ഒരു കേൾവിക്കാരുടെ ഈ പാട്ടുകാരുടെ മാത്രമല്ല ഈ കേൾവിക്കാരുടെ അല്ലെങ്കിൽ ആസ്വാദകരുടെ തന്നെ നിലവാരം വേറൊരു രീതിയിലേക്ക് മാറി. നിലവാരം എന്ന് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് മാറി. ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള കാര്യമാണ് ഈശ്വരവിശ്വാസിയാണെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം വേണുഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ട് സ്ത്രീകളെല്ലാം അമ്പലത്തിലേക്ക് പോകുന്നു, അതൊരു അജണ്ടയുടെ ഭാഗമാണ്. ഇതൊക്കെ എങ്ങനെ പറയാൻ ക്ഷേത്രത്തിൽ അജണ്ടയുടെ ഭാഗമായിട്ട് അമ്പലത്തിൽ പോകുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. എല്ലാ 1-ാം തീയതിയും ശബരിമലയിൽ പോയി നാളെയിൽ നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ ഒരുപാട് VVIPസിനെയും ആൾക്കാരെയും നമ്മളവിടെ കണ്ടിട്ടുണ്ട്. ഈ കല്ലിൻ്റെയൊക്കെ മൂട്ടിൽ വന്ന് കിടന്ന് നമ്മളൊക്കെ ഈ ചുറ്റമ്പലത്തിൽ പോയിട്ട് ക്ഷേത്ര നടയിലൊക്കെ തൊഴാറുള്ളൂ. ഈ ഇവിടെ വെച്ചിരിക്കുന്ന ബലിക്കല്ലുകളിൽ വരെ പോയി കിടന്ന് മുട്ടിട്ട് അഴിയുന്ന നേതാക്കന്മാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി സംഗീത സംവിധായകനും പത്മനാഭം എന്ന് പറയുന്ന ഭജന ഗ്രൂപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗായകനുമായ അനിൽ ഗോപാലനാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും നടക്കുന്ന ഭജന വിവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. നമസ്കാരം അനിലേട്ടാ. അനിലേട്ടൻ്റെ ജീവിതം തന്നെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് കടന്നു വന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു സുഖമില്ലാതെ വന്ന് ശബ്ദം നഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ വന്ന ഒരാളാണ്. അപ്പോൾ വീണ്ടും എങ്ങനെയാണ് ഈ സംഗീത സംവിധാന രംഗത്തു നിന്നും ഒരു ഭജന ട്രൂപ്പ് എന്ന ആശയത്തിലേക്ക് വന്നത്? ഭജന എന്നല്ല, ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു ഭക്തിമാർഗത്തിലേക്ക് ഞാൻ ഏതാണ്ട് 11-12 വയസ്സൊക്കെ തൊട്ട് തന്നെ കലാരംഗത്ത് സോഷ്യലായി സജീവമായിട്ട് വന്നതാണ്. അപ്പോൾ ഒരുപാട് ഏറ്റവും കൂടുതൽ പാട്ടുകൾ ചെയ്തിരിക്കുന്നത് ഭക്തിഗാനങ്ങളാണ്. അതായത് ഏതാണ്ട് 2000-ന് മേലെ ഭക്തിഗാനങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ കരിയർ എന്ന് പറയുന്നത്. ശരിക്കും ഗാനമേള, സിനിമ, റെക്കോർഡിങ് എന്നൊക്കെ പറഞ്ഞൊരു ബഹളമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 10-20 വർഷത്തെ ബഹളം. അതിനകത്ത് ഒരുപാട് ഓർക്കപ്പെടാവുന്ന ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റി. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഭക്തിഗാനം തന്നെ ചെയ്യാൻ പറ്റി. അത് 2016 അയ്യപ്പ ഭക്തിഗാനം ദാസേട്ടന് വേണ്ടി തനകണിക്ക് വേണ്ടി ചെയ്തത് വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 2000-2500 പാട്ടുകൾക്കിടയിൽ 2016 മെമ്മറിയൊക്കെ പോയി, ഫുള്ളായി മെമ്മറിയൊക്കെ പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരുപാട് അതിനിടയ്ക്ക് ജീവിതത്തിൻ്റെ ഉള്ള കുറേ പ്രശ്നങ്ങളുമൊക്കെ വന്നിട്ട് എങ്ങോട്ടാണ് എന്താണെന്നൊന്നും യാതൊരു പിടിയില്ലായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ശരിക്കും ഞാൻ ഭക്തിയിലേക്ക് തിരിഞ്ഞു. ഭജന എന്നുള്ളതല്ല, ഭജന അതിന് മുമ്പ് തന്നെ ഞാൻ ഈ മറ്റ് ഗാനമേള, സിനിമ പോലും ഒരുപാട് ഞാൻ കുറയ്ക്കുന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെ ഈ ഓർമ്മ നഷ്ടപ്പെടാനുള്ള കാരണം എന്തായിരുന്നു? അത് ശാരീരികമായി കുറേ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. ബ്ലഡ് ക്ലോട്ടിങ് ഒക്കെ വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതിനുശേഷമാണോ ഭക്തിയിലേക്ക് വന്നത്? അതിനുശേഷം നമ്മൾ ഈ സമാധാനം നമ്മൾ ഏത് മനുഷ്യനും ഉണ്ടാവുമല്ലോ. ഞാൻ നോക്കിയപ്പോൾ കുറേ സമാധാനം കിട്ടുന്ന ഒരു വഴിയായിട്ട് എനിക്ക് തോന്നി ഭക്തി എന്ന് പറഞ്ഞാൽ. അത് ചെറുപ്പം തൊട്ട് ഞാൻ ഭക്തനാണ്, ഇതുമായിട്ടല്ല. ശരിക്കും ഈശ്വര വിശ്വാസിയാണ്. അമ്പലങ്ങൾ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള കാര്യമാണ് ഈശ്വരവിശ്വാസിയാണെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം വേണുഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ട് സ്ത്രീകളെല്ലാം അമ്പലത്തിലേക്ക് പോകുന്നു, അതൊരു അജണ്ടയുടെ ഭാഗമാണ്. ഇതൊക്കെ എങ്ങനെ പറയാൻ ക്ഷേത്രത്തിൽ അജണ്ടയുടെ ഭാഗമായിട്ട് അമ്പലത്തിൽ പോകുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്. ഇതെന്തിനാ ഇങ്ങനൊക്കെ മനുഷ്യൻ ഇങ്ങനെ തമ്മിൽ ആവശ്യമില്ലാത്ത സ്പർദ്ധകൾ ഉണ്ടാക്കുന്നത്? അപ്പം ഈ ഈശ്വര വിശ്വാസികളാണ് ഓൾമോസ്റ്റ് കൂടുതൽ ആൾക്കാരും. അത് ഏത് ഈശ്വരൻ എന്നല്ല, ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും ഒക്കെ അവരവരുടെ ഈശ്വരനെ വിളിച്ച് അവരവർക്ക് കഴിഞ്ഞുകൂടി പോയാൽ പോരെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബൈനോക്കുലർ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയോ അങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ. അത് ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ഭക്തി എന്ന് പറയാൻ തന്നെ നമുക്ക് പേടിയാവുന്നൊരവസ്ഥയിലേക്ക് വരിക. നമ്മുടെ ഒരു നിലപാട്, നമ്മുടെ ഒരു വിശ്വാസമൊക്കെ പറയാനേ, പ്രത്യേകിച്ച് കലാകാരന്മാരെന്ന് പറയുമ്പോൾ ചാപ്പ് കുത്തി വെച്ചിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇടതുപക്ഷത്തേക്ക് മാത്രം അങ്ങനെയൊക്കെ ചില ചിന്തകൾ അവിടെ നിന്ന് മാറി ചിന്തിക്കുമ്പോഴത്തേക്ക് വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും. ഒരു എന്തോ പെട്ടെന്നാണ് എല്ലാം നഷ്ടപ്പെടുന്നത്. ഇന്നിപ്പോൾ അതും മാറി. ഇന്നിപ്പോൾ നമ്മൾ ഈ മുക്കുറി തൊട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഭജന പാടിക്കഴിഞ്ഞാലോ ഉടനെ വേറൊരു പട്ടം കൂടെ കിട്ടുന്നുണ്ട്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാറില്ല. ഇപ്പോഴേ കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായി, ഒരുപാട് പേരെന്നെ വിളിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്തു. ഞാൻ പറയുന്നത്, ഞാൻ
ഭജനയിലേക്ക് ഭജന എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത് തന്നെ. മുമ്പ് ഭക്തിഗാനമേള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ടാണ്. ഭക്തിഗാനമേള നേരത്തെ തൊട്ടേ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, കുറേ കൂടെ നമുക്കൊരു ശാന്തത, മനസ്സിന് ശാന്തത കിട്ടുന്നു ഭക്തി പാട്ടുകൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ ക്ലാസിക്കലിലേക്ക് ചിന്തിക്കുമ്പോഴൊക്കെ കുറേ നമുക്കൊരു മൈൻഡ് കൂളാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അത് നേരിട്ട് അനുഭവിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ കൂടുതൽ അതിലേക്ക് ഇഷ്ടപ്പെടുകയും അതിലേക്ക് കൂടുതൽ പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. അന്നേരമാണ് ഈ ഭജനയുടെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും മാനസ ജപലഹരിയാണ് മലയാളത്തിലൊരു ട്രെൻഡ്. അതുമല്ല, മാനസ ജപലഹരിക്ക് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതൊരു തെറ്റിദ്ധാരണയാണ് ഈ മാനസ ജപലഹരിയാണെന്നുള്ളത്. അതിനു മുമ്പ് കോട്ടയത്ത് വിശ്വരൂപ ഭജൻസ് എന്ന് പറഞ്ഞാണ് ആദ്യം തുടങ്ങുന്നത്. ഭജൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അല്ല, ഈ അവിടേക്ക് വന്നു ചേർന്ന ആളാണ് ഈ പ്രശാന്ത് വർമ്മ. അല്ല, അത് തന്നെ അവിടെ നിന്ന് പോയ ശേഷമാണ് മാനസ ജപലഹരി. കേരളത്തിൽ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭജൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കേരളത്തിലേക്കാൾ ഉപരി വടക്കേന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ളത്. വടക്കേന്ത്യൻ കൾച്ചറിൽ പെടുന്ന ഒരു അത് ഇവിടെ വരികയും അത് ഈ പറയുന്ന പോലെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ ഭജന ഉണ്ടായിരുന്നു. ഉത്സവത്തിന് 41 ദിവസം നമ്മുടെ ശബരിമല പാടാൻ പോകാൻ അത് വേറൊരു സുഖം നാട്ടുമ്പുറത്ത്. അങ്ങനെ ഒരു ഉണ്ട്, എനിക്ക് ഓർമ്മ. നല്ല അന്നും ട്രൂപ്പുകളൊക്കെ ഉണ്ട്. അതെ അതെ അതെ. ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഈ വിശ്വരൂപ ഭജൻസ് എന്ന് പറഞ്ഞിട്ട് കോട്ടയത്ത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ക്ഷേത്രത്തിലെ കുറെ കുട്ടികൾ ചേർന്ന് തുടങ്ങിയതാണ്. അവിടേക്ക് ഒരിക്കൽ അവർ മൂകാംബികയെ യാത്ര ചെയ്യുമ്പോൾ, മൂകാംബിക യാത്രക്കിടയിൽ മൂകാംബികയിലെത്തിയപ്പോൾ അവിടെ വെച്ച് അവിടെ ഇരുന്ന് പാടുന്ന ഒരാൾ ഇവരോടൊപ്പം ചേർന്നു. ആ ആളാണ് പ്രശാന്ത് വർമ്മ. അങ്ങനെ പ്രശാന്ത് വർമ്മയും ഇവരും ചേർന്ന് ട്രൂപ്പ് നടത്തിക്കൊണ്ടുപോകും. ഇടയ്ക്ക് ഇവർ രണ്ടായി പിരിയുകയും ചെയ്തു. അങ്ങനെയാണ് പ്രശാന്ത് വർമ്മ വേറെ മാറി മാനസ ജപലഹരി, മറ്റേത് നാമഘോഷലഹരി എന്നായിരുന്നു. അത് അവർ മാറിയിട്ടാണ് വീണ്ടും ഈ മാനസ ജപലഹരി എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് ഉണ്ടാക്കിയത്. അന്നും അവരിപ്പോഴും പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഗൾഫിലാണ് ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരാളാണ്. പുള്ളി ഇപ്പോഴും ഗൾഫിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. എനിക്ക് തോന്നുന്നു ഇവിടത്തെക്കാൾ കൂടുതൽ മലയാളികൾ കൂടുതൽ ഈ ഇതുപോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുന്ന ഗൾഫിൽ നിന്നാണ്. എനിക്ക് തന്നെ പക്ഷെ അത് കുറച്ചുകൂടെ പ്രൊഫഷണലായി ചെയ്തു എന്നുള്ളതാണ് നന്ദഗോവിന്ദ ഭജൻസ്. അല്ല, പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കുറച്ചുകൂടെ കൊമേഴ്സ്യലാക്കുക, അതാണ് ചെയ്തവര്. പക്ഷെ അവരുടെ ശരിക്കും പറഞ്ഞ ഭജൻസ് അല്ല, ഭജൻസ് ആണോ? ഭജനയിൽ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. സത്യത്തിൽ അവരുടെ ഭജൻസ് അല്ല, ഭക്തിയാണ് പ്രധാനം. ഭക്തി പാടിക്കൊടുക്കുകയും ഏറ്റുപാടുകയും ചെയ്യുന്നതാണ് ഭജന എന്ന് പറയുന്നത്. ശരിക്കും അത് ഈ സാമ്പ്രദായിക ഭജനയൊക്കെ കേൾക്കുന്ന ഒരാൾക്ക് ഇതുപോലെയുള്ള ഭജന കാണുമ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഒരു കല ഏത് രൂപേണ വേണമെങ്കിലും മറ്റുള്ള റൂമിൽ അവതരിപ്പിക്കാം. പിന്നെ അതിന് പക്ഷെ ഭക്തി എന്ന് പറയാൻ പറ്റില്ല, ഭജൻസ് എന്ന് പറയുമ്പോൾ ഇത് സിനിമാ പാട്ടുകൾ. എനിക്ക് തോന്നുന്നു ആളുകളിലേക്ക് ഞാനതാ പറയാൻ വന്നത്, പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് സിനിമ. എനിക്ക് തോന്നി അടുത്ത സമയത്തൊക്കെ ആയിട്ട് കുറെ കുട്ടികളെ ഞാൻ ഇടയ്ക്ക് എവിടെ ഞാൻ കണ്ട പോലെ തോന്നിയിട്ടുണ്ട്. ഒരു വീഡിയോ, കുറെ കുട്ടികളെല്ലാം കൂടെ ഒരു സിനിമ പാട്ട് ഗ്രൂപ്പായി പാടുന്ന ഒരു വീഡിയോ. അതൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടായിരിക്കാം ഇതുപോലെയുള്ള കലാപരിപാടികൾക്ക് രൂപം കൊടുത്തത്. കാരണം സിനിമാ പാട്ടുകൾ എടുത്തിട്ട് അത് പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തും സിനിമ പാട്ട്. അതിന്റെ ഈ സിനിമ സംബന്ധമായിട്ടുള്ള ഭക്തി അല്ലാത്ത വരികളൊക്കെ ഇവർ മാറ്റി എഴുതിയിട്ടൊക്കെയാണ് ഇവർ പാടുന്നത്. അത് പെട്ടെന്ന് ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാനും അതൊരു കൊമേഴ്സ്യൽ ആക്കാനും അവർക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളത് അതാണ് അതിന്റെ വിജയം. അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവര് ഈ അബുദാബിയിലുള്ള എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ട്. ഈ ഇതിന് അയ്യപ്പ ഭക്തി ഗാനത്തിന് ഞാൻ ചെയ്ത ദാസേട്ടൻ്റെ അയ്യപ്പ ഭക്തി ഗാനത്തിന് 2016 പാട്ട് എഴുതിയ ആളാണ് രാമനാഥ് സണ്ണാവി എന്ന് പറഞ്ഞിട്ട്. അവർ കുടുംബത്തോടെ ഈ മാർഗം ഒരുപാട് കാലം കൊണ്ട് സ്വീകരിക്കുകയും ഇതുപോലെയുള്ള സാമ്പ്രദായിക ഭജനകളും ഒക്കെ അത് പഠിക്കുകയും അതിന് വേണ്ട സപ്പോർട്ടുകൾ ചെയ്യുന്ന ഒരു ഫാമിലി തന്നെയാണ്. അതിൽ ഏറ്റവും എന്താ പറയുക, ഒരു വലിയ കലാകാരനും ഒരു ചിന്തകനും ഒക്കെയാണ് ഈ രാമനാഥ് എന്ന് പറയുന്നത്. നന്നായിട്ട് എഴുതുകയും ചെയ്യും. അപ്പോൾ ഇദ്ദേഹം ഈ ഭജന സമിതി തുടങ്ങണമെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞ് യാതൊരു കാരണവശാലും ഈ ഇതുപോലെയുള്ള ട്രൂപ്പുകളെ അനുകരിക്കരുത് എന്നാണ് എനിക്ക് ആദ്യം തന്ന നിർദ്ദേശം. അതാണ്. ഇങ്ങനെ സമാനമായിട്ട് ഒരുപാട് ഇടത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾ. ഞാൻ നേരെ തിരിച്ചുകൊണ്ട് നമ്മുടെ സ്റ്റേജ് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ സ്റ്റേജ് തൊട്ട് തന്നെ പലരും ഫോൺ വിളിച്ച് നിരന്തരമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പോരാ, നിങ്ങൾ ഓഡിയൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, ആൾക്കാരെ കൊണ്ട് പാടിക്കണം, വരുന്നവരെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കണം. ഞാൻ പറഞ്ഞു ഭജന അതല്ലല്ലോ,
ഭക്തിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഭജന എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഒരു അനുഭൂതി കൂടി ഉണ്ടാക്കുന്നത്, അല്ലാതെ അങ്ങനെയാണെങ്കിൽ വല്ല സിനിമാറ്റിക് ഡാൻസ് കളിച്ചാൽ പോലെ. അപ്പോൾ ഇതല്ലല്ലോ ഉദ്ദേശം, അതല്ലല്ലോ. അപ്പോൾ പലരും അങ്ങനെ പറഞ്ഞവരുമുണ്ട്. ചിലർ ആ ട്രെൻഡിന് പറയും. ഇപ്പോൾ സിനിമാ പാട്ടുകൾ റിമി ടോമിയുടെ കാലഘട്ടത്തിന് ശേഷം നോക്കിയാൽ ഇപ്പോൾ എല്ലാവരും പാട്ട് പാടുന്ന ഡാൻസ് കളിച്ചത്. ഒരു കാലത്ത് റിമി ടോമിയെ നമ്മളെല്ലാം കുറ്റം പറഞ്ഞു. നമ്മളൊക്കെ ഈ ഗാനമേള എന്ന് പറഞ്ഞൊരു കലാപരിപാടി തന്നെ നിർത്തിയതുകൊണ്ട്. അതെ അതെ. കാരണം ഇതിൻ്റെ ഒരു കേൾവിക്കാരുടെ, ഈ പാട്ടുകാരുടെ മാത്രമല്ല, ഈ കേൾവിക്കാരുടെ അല്ലെങ്കിൽ ആസ്വാദകരുടെ തന്നെ നിലവാരം വേറൊരു രീതിയിലേക്ക് മാറി. നിലവാരം എന്ന് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വേഷം കെട്ടാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനത് നിർത്തിയത്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കൂടുതൽ ഒതുങ്ങുന്നതും നമുക്ക് നല്ലതും മാനസികമായിട്ടുള്ളൊരു സന്തോഷം കിട്ടുന്നതും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നി, ഇതാണെന്ന് തോന്നി. അങ്ങനെ ഇപ്പോൾ തുടങ്ങി, അത് ദൈവം അനുഗ്രഹിച്ച നല്ല രീതിയിൽ എത്തേണ്ട പോലെ എത്തി, അത് ആൾക്കാരിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഏറെയും നമുക്ക് ഏറ്റവും വലിയ സന്തോഷം വെച്ചാൽ ഞങ്ങൾ പാടുന്ന പാട്ടുകൾ ഏറെയും ഞാൻ തന്നെ സംഗീതം ചെയ്ത പാട്ടുകളാണ്. വ്യത്യസ്തതയുള്ള പാട്ടുകളാണ്. അപ്പം നമ്മൾ തന്നെ ഭജൻസിന് വേണ്ടിയിട്ട് കുറേ കാലം മുമ്പേ ചെയ്തിട്ടുണ്ട്, കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പാട്ടുകളൊക്കെ എടുത്ത് ഞാൻ തന്നെ സംഗീതം ചെയ്ത പാട്ടുകളൊക്കെയാണ് ഫുള്ളും പാടുന്നത്. അപ്പോൾ അത് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നമുക്കൊരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇപ്പം ഈ പറയുന്നത് പോലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി എന്നുള്ളതല്ല, ഓരോ വേദി കഴിയുമ്പോഴും ഒരു സമാധാനത്തിൻ്റെ വഴിയുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ വഴി ഇതായിരിക്കാം മേ ബി. അപ്പോൾ തന്നെയല്ല, എനിക്കൊരു വലിയ ലക്ഷ്യം വേറെ ഉണ്ട്. ഇതല്ല, ഈ ഭജന എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് അതിലേക്കുള്ള യാത്രയിലായിരുന്നു ഞാൻ. അത് പുറകെ അടുത്ത വർഷമൊക്കെ ആയിട്ട് അതിൻ്റെ പരിപാടികളുണ്ടാവും. അപ്പോൾ അല്ലല്ല, ഇത് തന്നെ സംഗീതം തന്നെ, ഭക്തി തന്നെ. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഭക്തി വിട്ട് വേറൊരു മാർഗത്തിലേക്ക് പോകാൻ തോന്നുന്നില്ല. കാരണം അത് എന്താ പറയുക, നമുക്ക് ഈ ചില കാര്യങ്ങളൊക്കെ പാരമ്പര്യമായിട്ടാണല്ലോ കിട്ടുന്നത്. അപ്പം അത് എൻ്റെ അച്ഛനമ്മമാർ തന്നിട്ടുള്ള വഴികളിലൂടെ ആയിരിക്കുമല്ലോ നമ്മൾ സ്വാഭാവികമായിട്ടും പോകും. അതെ, തീർച്ചയായും. അപ്പോൾ അത് അങ്ങനെ ഒരു വഴി അതിനകത്തിലുണ്ട്. അപ്പം അത് എന്തായാലും ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട്. എങ്ങനെ എടുക്കുക ഇപ്പോഴത്തെ ഈ ഭജൻസ് ഇപ്പോൾ ഒരുപാട് വേദികളിൽ കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. ഇവർക്കുള്ളതുകൊണ്ട് ഈ നന്ദഗോവിന്ദം ഭജൻസ് ഉള്ളതുകൊണ്ട് കോമ്പറ്റീഷൻ. നന്ദഗോവിന്ദം ഞാനിപ്പോൾ പേര് തന്നെ അങ്ങനെ പറയാറ്, വേറെയും പേരെടുത്ത് പറയാറില്ല. നമുക്ക് എല്ലാവർക്കും അവരവരായിട്ടുള്ള രീതി ചെയ്യാനുള്ള എന്താ പറയുക സ്വാതന്ത്ര്യമുണ്ട്, അവരവർക്ക് പാടാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ എന്തും പാടാനുള്ള സ്പേസ് ഉണ്ടെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ? എന്തും പാടാനുള്ള സ്പേസ് ആണ് കുഴപ്പമായത്. അല്ല, അതിനകത്തുള്ള പ്രധാന കാരണം, ഞാനിപ്പോൾ ഈ നന്ദഗോവിന്ദത്തിനെ നല്ല കുറ്റം പറയാം. ഒരു കലാകാരനെ അല്ല ഞാൻ കുറ്റം പറയുന്നത്. കാരണം കലാകാരന്മാരെ ഇപ്പോൾ ടൂളായിട്ട് ഉപയോഗിക്കാൻ ഒരുപാട്, എനിക്ക് തോന്നി രാഷ്ട്രീയത്തിൻ്റെ ഒരു വൃത്തികെട്ട രാഷ്ട്രീയ കളികൾ ഒരുപാട് വെറുപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയമാണ്. ഇപ്പോൾ രാഷ്ട്രീയമായാലും കൊള്ളാം, മാധ്യമമായാലും കൊള്ളാം. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ വേണു പറഞ്ഞ കാര്യം, എന്താണേലും പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലാവുന്നില്ല. ഇങ്ങനൊക്കെ ഒരു സമൂഹത്തിൽ ഇതൊക്കെ പറയുമെങ്കിലും വേണു ബാലകൃഷ്ണൻ കെട്ടി മലയ്ക്ക് പോകുന്ന നേരെ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ശബരിമലയിൽ എല്ലാ 1-ാം തീയതിയും ശബരിമലയിൽ പോയി നാളയിൽ നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ ഒരുപാട് VVIPസിനെയും ആൾക്കാരെയും നമ്മളവിടെ കണ്ടിട്ടുണ്ട്. ഈ കല്ലിൻ്റെയൊക്കെ മൂട്ടിൽ വന്ന് കിടന്ന് നമ്മളൊക്കെ ഈ ചുറ്റമ്പലത്തിൽ പോയിട്ട് ക്ഷേത്ര നടയിലൊക്കെ തൊഴാറുള്ളൂ. ഈ ഇവിടെ വെച്ചിരിക്കുന്ന ബലിക്കല്ലുകളിൽ വരെ പോയി കിടന്ന് മുട്ടിട്ട് അഴയുന്ന നേതാക്കന്മാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ അതൊക്കെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവരുടെ ജീവിതമാർഗമായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് ആയിരിക്കും. അത് നല്ല രീതിയിൽ ചെയ്യാമല്ലോ. ജനങ്ങൾക്ക് സേവനം ചെയ്തിട്ടോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ചെയ്തിട്ടോ സമൂഹത്തിൽ കാണുന്ന ഒരാളെ നേർവഴിക്ക് നടത്താൻ ഒരു നേതാവിന് കഴിയണമെന്നാണ് എനിക്ക്. അതാണല്ലോ നേതാവ്. അപ്പോൾ അതാണോ ചെയ്യുന്നത്? പോകുന്ന 4 പേര് ഒരുമിച്ച് പോയാൽ 4 പേരെ എങ്ങനെ 4 വഴിക്ക് പറഞ്ഞു വിടാന്നുള്ളതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഈ ഭജന എന്ന് പറയുന്നതിൽ തന്നെ എനിക്ക് കണ്ട ഒരു വലിയ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ കൂടെ തന്നെ പാടാൻ വരുന്ന കുട്ടികളൊക്കെ തന്നെ പല വഴിയിലേക്ക് വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ പലരെയും ഞാൻ വിളിച്ചുകൊണ്ട് ഇതിനകത്ത് ചേർത്ത് അവരെ എന്നോട് പാടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്നാണ് അവരിൽ മാറ്റം ഉണ്ടാകുന്നത്. അവർ മറ്റുള്ള കാര്യങ്ങളെല്ലാം വിട്ടിട്ട് അവരിതിൽ വരികയും അവരുടെ ഒരു കഴിവിനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുകയും അങ്ങനെ ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മളെ മനുഷ്യനെ നേർവഴിക്ക് നടത്തുക എന്നുള്ള, അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തെ വളർത്തുക എന്നുള്ളത്, അതാണല്ലോ ഏറ്റവും പ്രധാനം. ഭക്തിയായാലും കലയായാലും അത് തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം അതല്ലേ, അടിസ്ഥാനം അതാകണം.
ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും വലിയ ഒരു നേതാവിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കള്ളം പറയാൻ പറ്റുന്നവരായിരിക്കണം. അതുപോലെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ അവന് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് എന്തും പറയാൻ പറ്റുന്നവനായിരിക്കണം, അല്ലെങ്കിൽ എന്ത് കള്ളത്തരവും പറയാൻ പറ്റുന്നത്. ഇപ്പോൾ അതിൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതോടുകൂടി നമ്മൾ തന്നെ സ്ഥിരം കാണുന്നതല്ലേ, പലതും വിളിച്ച് പറഞ്ഞിട്ട് ആൾക്കാരിലേക്ക് ഇത് അടിച്ചേൽപ്പിക്കുന്ന ജോലിയാണ് മാധ്യമപ്രവർത്തനം ചെയ്യുന്നത്. ഇത് 4 ദിവസം കഴിയുമ്പോൾ ഇതല്ലാന്ന് തെളിഞ്ഞാലും ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേരളത്തിൽ കിടക്കും. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങൾ എന്ത് സന്തോഷമാണ് ഇപ്പോൾ കിട്ടുന്നത്, എന്ത് മാനസിക സുഖമാണ് കിട്ടുന്നത്, എന്ത് സമാധാനമാണ് ഒരു നാട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് സമാധാനമായിരുന്നു. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നുണ്ട് അങ്ങനെ ഒരു സമാധാനപരമായ അന്തരീക്ഷം. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താ? കുഞ്ഞുങ്ങളെ പുറത്തേക്ക് സ്കൂളിലേക്ക് പെൺകുട്ടികളെ വളർത്തുന്ന പേരൻസിന്റെ അവസ്ഥ എന്താണ്? നമ്മളിപ്പോ ഭക്ഷണം പോലും വിശ്വസിച്ച് ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ജീവനോടെ തിരിച്ച് വീട്ടിൽ ചെല്ലും എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പുണ്ടോ? അപ്പോൾ ഒരു കാര്യത്തിലും ഈ പറയുന്നത് പോലെ ഒരു നീതിയുക്തമായിട്ടുള്ള ഒരു പ്രവർത്തനം ഒരു മേഖലയിലും ഇല്ല, ആർക്കുമില്ല. ഉത്തരവാദിത്വം ആർക്കുമില്ല. എല്ലാവരും അവരവരുടെ കാര്യം അവരവർക്ക് കാശുണ്ടാക്കുക, അത് എവിടെന്നെങ്കിലും കള്ളക്കാശ് കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ച് അത് വെച്ച് മറ്റുള്ളവരുടെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിക്കുക, ഇതൊക്കെ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഇവിടെ ഏറ്റവും അത്യാവശ്യം ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവർ ഈ സമൂഹത്തെ നന്നായിട്ട് നയിക്കാൻ വേണ്ടിയിട്ടോ അത്യാവശ്യം ഒന്നും വേണ്ടെന്നേ, അവർ ഈ കള്ളത്തരം പറയാതിരിക്കുകയും ഈ ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധ ഉണ്ടാക്കാതിരിക്കുകയും എന്തൊക്കെ വിളിച്ച് പറയുന്നത്. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ചില നേതാക്കന്മാരങ്ങ് ശാസ്ത്രജ്ഞന്മാരാകും, ചിലർ ചിന്തകരാകും. ഇതെല്ലാം നാട്ടുകാരെ അങ്ങ് അടിച്ചേൽപ്പിക്കുക. ഇതെല്ലാം വിളിച്ചു പോയി പറയാനായിട്ട് കുറേ മീഡിയക്കാരുമുണ്ട്. അത് എന്താ പറയുന്നതെന്നോ എന്തൊക്കെയാ ഇതിൽ ആരൊക്കെയാണ് ശരിയെന്നും ആരാ തെറ്റെന്നൊന്നും. ഇതിലൊരു പക്ഷേ ഈ നന്ദഗോവിന്ദ ഭജൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അവരെ ഒരു സംഘിച്ചാപ്പ കുത്താൻ ശ്രമിച്ചത് കൊണ്ടായിരിക്കും അവരൊരു പക്ഷേ ഈ ക്രിസ്തീയ ഭക്തിഗാനം പാടി അവരുടെ മതേതരത്വം തെളിയിക്കാനുള്ളൊരു ശ്രമം നടത്തി. സംഘിച്ചാപ്പയൊക്കെ നമുക്കൊക്കെ സ്ഥിരം കിട്ടുന്ന ഇതെല്ലാം കിട്ടുന്ന. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പം ഇതിൻ്റെ എല്ലാം ഒരു പ്രധാന ഉദ്ദേശം എന്താണ്? ഈ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറയാം, നമുക്കിപ്പോൾ ഓരോരുത്തർക്കും ഓരോ മതത്തിനും കൾച്ചറുണ്ടല്ലേ. ശരിക്കും ഹിന്ദു മതത്തിനായാലും ക്രിസ്തു മതത്തിനായാലും മുസ്ലിം മതത്തിനായാലും കൾച്ചറുണ്ട്. അവർ കൾച്ചറിന് അനുസൃതമായ രീതിയിലുള്ള കലകളായാലും മറ്റു കാര്യങ്ങളായാലും എല്ലാവർക്കും ഉണ്ട്, കലകളുണ്ട്. അവരുമായിട്ടുള്ള ഈ ക്ഷേത്രകലകൾ പോലെ തന്നെ അനുഷ്ഠിക്കുന്ന പല കലകളും ഉണ്ട്. പക്ഷെ ഇതിലേക്കൊക്കെ അവരുടെ കുട്ടികളെ ശ്രദ്ധ തിരികണില്ല. മനസ്സിലായില്ലേ? ഇത് ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള ഇപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇപ്പോൾ ഞാൻ പാടാനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചോദിക്കുക എന്തിനാ പോകുന്നത്, എന്തിനു പോവാ? ഞാൻ പാട്ട് പഠിക്കുക, ഇതും കൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ, വേറെ എന്തെങ്കിലും പണി ചെയ്ത് കൂടെ എന്ന് ചോദിക്കുന്ന ഇതേ പേരൻസ് തന്നെ എന്നെ വിളിച്ചിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് പഠിപ്പിച്ച് അവരെ എവിടെയെങ്കിലും ഒരു വേദിയിൽ കയറ്റുമോ എന്ന് ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇതൊരു കൊമേഴ്സ്യൽ ആയിട്ട് ഇതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ അവരുടെ ഒരു പ്രൗഢിയുടെ ഭാഗമായിട്ട് കാണിക്കാൻ കല കൊള്ളാം എന്ന് പിന്നീട് സാധാരണക്കാരന് ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനൊക്കെ ഓരോ വഴിയിലേക്ക് കുട്ടികളെ തിരിച്ചു വിടുകയും അവരുടെ കൾച്ചറുകൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ ഈ സമൂഹത്തിലെ പല ദുഷിച്ച കാര്യങ്ങളും ഇല്ലാതാകും. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ പോകുന്ന ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭക്തി എന്ന് പറഞ്ഞാൽ വേഷം കെട്ടലല്ല. ഒരു കാവ്യം എടുത്താൽ സന്യാസി, ലോഹ ഇട്ടാൽ മെത്രാനാവില്ല. മനസ്സിലായില്ലേ? അവരുടെ മനസ്സ് നന്നായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് 100% നന്നായി ചെയ്യാൻ കഴിയണം. അങ്ങനെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം പറഞ്ഞാൽ മറ്റൊരു മാർഗത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. കുട്ടികളൊക്കെ ആണെങ്കിൽ പോലും ഇന്ന് ഈ നമ്മൾ വിചാരിക്കുമല്ലോ, നമ്മൾ രാവിലെ കുട്ടികളെ പറഞ്ഞു വിട്ടാൽ അവരെങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയില്ല. നമുക്ക് ഇങ്ങനെ പോകുന്ന നമ്മുടെ കുട്ടികളെക്കുറിച്ച് അവരതിനപ്പുറം പോകാൻ കഴിയില്ല അവർക്കെന്ന് പറയുന്ന ഒരു വഴി ഉണ്ടാക്കാൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറ്റും. അവരവരുടെ കാര്യങ്ങളിലേക്ക് എന്താ പറയുക ഒതുങ്ങിക്കൊണ്ട് അവരവരുടെ കൾച്ചറിലേക്ക് ഒതുങ്ങിക്കൊണ്ട് ചെയ്യണമെന്ന് തന്നെയാണ്. ഇപ്പം തന്നെ നന്ദഗോവിന്ദത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരെന്താ, നവീൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ നവീൻ തന്നെ പറയുന്നത് കേട്ടു. ഞാൻ ഈ പരമപവിത്രമതാമി രാഷ്ട്രഭക്തി വലിയ പ്രശ്നം പാടുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഞാനത് നിർത്തിവെച്ചു. അങ്ങനെ സ്പർദ്ധ ഉണ്ടാക്കുന്ന അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെന്തിനാ ഇത്രയും സ്പർദ്ധ ഒരു സംഭവം അവിടെ പാടാൻ പോയത്? അപ്പം ആ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ, എന്നോടാണ് ഇത് ആവശ്യപ്പെടുന്നതെങ്കിൽ
എനിക്കങ്ങനെ ഒരു സ്നേഹം സമൂഹത്തോട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, ഞാൻ ഈ അച്ഛനോട് വിളിച്ച് തന്നെ പറയും, ഈ ഫാദറിനെ വിളിച്ച് പറയും, അച്ഛൻ ഞാൻ നിങ്ങളൊരു ഡേറ്റ് വെച്ചോ, ഞാൻ വന്ന് പാടിത്തരാം. ഞാനൊരു 20 ക്രിസ്തീയ ഭക്തിഗാനം വന്ന് പാടാൻ പള്ളിയിൽ. നമ്മളെല്ലാം ഞാൻ ഹിന്ദു ഭക്തിഗാനം പോലെ തന്നെ സമാനമായിട്ട് ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള ആളാണ്. എല്ലാത്തിലും എല്ലാ മതത്തിനും വേണ്ടി 3 മതത്തിനും വേണ്ടി ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, എല്ലാത്തരം ആൾക്കാരുമായിട്ട് ഓർത്തഡോക്സ് സഭയുടെയൊക്കെ വർക്കുകൾ പോലും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള നമ്മളൊക്കെ ചിന്തിക്കുന്ന അവിടെയാണ് ചേട്ടൻ പറഞ്ഞ ആ പോയിന്റ് വളരെ വാലിഡ് ആണ്. അതായത് ഈ ശശികല ടീച്ചർ അടക്കം ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചപ്പോൾ ശശികല ടീച്ചറിനെ മോശക്കാരിയൊക്കെ ചിത്രീകരിക്കാൻ ശശികല ടീച്ചർ പാടണ്ട എന്നല്ല പറഞ്ഞത്, ഈ വേദി മാറിപ്പോയി എന്നുള്ളതാണ്. ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്തോ ക്ഷേത്രത്തിലോ ഭജന നടത്തുന്നിടത്തോ നമുക്ക് തന്നെ ഒരു സാധാരണ ബുദ്ധിക്ക് ആലോചിക്കാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്, അതെ അല്ലേ? അവിടെ പല ഘടകങ്ങൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ക്ഷേത്രം. നമ്മളൊരു ചന്തയിൽ പോകുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ലല്ലോ ക്ഷേത്രത്തിൽ പോകുന്നത്. ക്ഷേത്രത്തിന്റെ പടിക്കെട്ട് തൊട്ട് എല്ലാം കണക്കും കാര്യങ്ങളും നിത്യ പൂജകൾ കൊണ്ടും അവിടുത്തെ ഉപാസന കൊണ്ടും ഈ വരുന്ന ഭക്തജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ഒരു ക്ഷേത്രത്തിനുണ്ട്. ഇതേപോലെ തന്നെ പള്ളിക്കുമുണ്ട്. ഇത് ഒരു പള്ളിയിൽ പോയി കയറുന്ന ഒരു സുഖം മറ്റൊരിടത്തുനിന്ന് കിട്ടത്തില്ല. പ്രത്യേകിച്ച് ക്രിസ്ത്യാനിക്കാണ് ഒട്ടും കിട്ടില്ല. കാരണം അവരത് നിത്യേന ഉപാസിക്കുന്ന അല്ലെങ്കിൽ അവർ നിത്യേന പ്രാർത്ഥന കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ് അത്. പ്രത്യേകിച്ച് ക്ഷേത്രത്തിന്റെ അവസ്ഥ അതുമല്ല. ക്ഷേത്രത്തിലാണെങ്കിൽ കൃത്യമായ കണക്കുകളും കാര്യങ്ങളും ഒക്കെ വെച്ച് ഉണ്ടാക്കുന്നത് തൊട്ട് ഇത് ഉണ്ടാക്കുന്നത് തൊട്ട് ചുറ്റമ്പലം തൊട്ട് പ്രധാന വിഗ്രഹം വരെ നിൽക്കുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇതിനകത്ത് മറ്റു കാര്യങ്ങൾ ഇപ്പോൾ തന്നെ മാംസാഹാരങ്ങൾ അകത്ത് കയറ്റുന്നതെന്നോ അല്ലെങ്കിൽ അതിന് കുറേ ചിട്ടവട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതങ്ങനെ പോയിക്കോട്ടെ, എന്താണ് പ്രശ്നം? അതങ്ങനെ ഇരുന്നാൽ എന്താ പ്രശ്നം? അതിനകത്തോട്ട് പോയി നമ്മൾ എന്തെങ്കിലും ഒരു കണക്ക് കേട് കാണിച്ചാൽ അവിടെ മതസൗഹാർദ്ദം കാണിക്കേണ്ട സ്ഥലമല്ലല്ലോ ക്ഷേത്രം. സൗഹാർദ്ദം കാണിക്കും, അത് അവരവർ ആചരിച്ചോട്ടെ. പള്ളിയിൽ കയറിയിട്ട് നമ്മൾ ദീപാരാധന നടത്തണമെന്ന് പറഞ്ഞത് നമുക്ക് വാശി പിടിക്കുന്നത് ശരിയാണ്. അല്ലെങ്കിൽ അവിടുത്തെ കുർബാന സമയത്ത് കൊയറിനകത്ത് പറഞ്ഞാൽ തുടങ്ങുന്ന ഒരു ഗണപതി ഭക്തിഗാനത്തിൽ നടക്കില്ല. ഇതൊന്നും നടക്കില്ല. ഇതെല്ലാം എല്ലാവർക്കും അറിയാം. ഇതറിഞ്ഞുകൊണ്ട് തമ്മിൽ പരസ്പരം അടുപ്പിച്ച് ഇതിൽ നിന്ന് മുതലെടുക്കുന്നത് ഒരൊറ്റ വിഭാഗം രാഷ്ട്രീയക്കാരാണ്. അത് അവർ ഇത് പഠിച്ച് എനിക്ക് തോന്നുന്നു അവരെ കൂടെ പിടിച്ച് ഭജന സമിതി ചേർക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഭജന സമിതി ഉണ്ടാക്കി അതിൽ പറഞ്ഞു വിട്ടാൽ കുറേയൊക്കെ നാട് നന്നാവും, കുറേ നാട് നന്നാവും. മനസ്സിലായില്ല? ഇത് തമ്മിൽ രാവിലെ തൊട്ട് ഫോൺ, ഇതിപ്പോൾ നമുക്ക് ഫോൺ ഒഴിവാക്കാൻ പറ്റത്തില്ല എന്തായാലും. ഒരു ഫേസ്ബുക്ക് എടുത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ എന്തോരം ഓരോ വിഷ്വൽസ് മാറുന്തോറും നമ്മുടെ ബ്രെയിൻ ഡാമേജ് ചില്ലറയൊന്നും അല്ല. ഇത് പണ്ടൊക്കെ നമ്മൾ പിള്ളേരോട് പറയുമായിരുന്നു ന്യൂസ് വായിക്കണം, പത്രം വായിക്കണം എന്നൊക്കെ പറയും. ഇന്നിപ്പോൾ നമ്മളെ പിള്ളേരെ വിളിച്ചിരുത്തി പത്രമോ ന്യൂസോ വായിപ്പിക്കാൻ പറ്റുമോ, കാണിക്കാൻ പറ്റുമോ ഇവരെ? ഇത് എന്തെങ്കിലും ഒരു എത്തിക്സ് ഉണ്ടോ? ഏതെങ്കിലും ഒരു എത്തിക്സ് ഉണ്ടോ? ഞാനൊരു വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോകുന്നവനാണ്. അല്ലെങ്കിൽ ഞാൻ വിശ്വാസം, ഞാൻ ഭക്തി മാത്രമല്ല ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയമായ ഒരു വിശ്വാസത്തിൻ്റെ മുറുകെ പിടിച്ച് പോകുന്നവന് നാളെ വേറെ ഒരു വിശ്വാസം എടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. മറ്റന്നാൾ വേറെ എടുക്കും, മറ്റൊരു അഭിപ്രായം പറയും, അത് ഇപ്പുറത്ത് പറയും. അത് ഒരു വിഭാഗം ആൾക്കാരെ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും അസ്വസ്ഥതയുടെയും കാരണം അതാണ്. എല്ലാ കാര്യത്തിലും ഹിന്ദുവിനെ മാത്രം കല്ലെറിയാനാണ് ശ്രമിക്കുന്നത്. ഞാൻ പറയുന്നത് ഇപ്പം എനിക്ക് പാടാൻ ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ട്. എനിക്ക് എന്താ പറയുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഈശ്വരനെ വിളിക്കാനുള്ള ഞാൻ കിട്ടിയിട്ടുണ്ട്. ഇതിലൂടെ ഞാൻ 2 പേർക്ക് സന്തോഷമോ അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നിമിഷമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ, ഒരു സന്തോഷത്തിനുള്ളൊരവസ്ഥ ഉണ്ടാക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ 2 പേരെ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ, അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം ഉണ്ടാക്കുന്നത്. എങ്കിലേ ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ളൂ. അല്ല ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് പറയുക ഞാനിന്ന് രാവിലെ പത്രത്തിൽ വാർത്ത ഉണ്ടാക്കാനായിട്ട് ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പോയി ചേർന്നേക്കാം, അല്ലെങ്കിൽ ഞാനൊരു ഒന്ന് മതം മാറിയേക്കാം. ഇപ്പം അങ്ങനെയാണ് കേട്ടോ, എന്തെങ്കിലും നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പരമാവധി. അത് കലാകാരന്മാരെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അത് എത്രത്തോളം അവരുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇത് ഒരു കലാകാരൻ്റെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാക്കുന്ന എപ്പോഴും സമൂഹത്തിൽ നന്മയുണ്ടാക്കി നല്ല വർത്തമാനം, ഇപ്പോൾ പരസ്പരം
ചെളി വാരി എറിയുകയും പരസ്പരം തല്ലിക്കുകയും പരസ്പരം രാവിലെ എഴുന്നേറ്റിരുന്നിട്ട് ആരുടെയും കാശും വാങ്ങിച്ചു അവിടെ പോയി മറ്റവരെ ചീത്ത വിളിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുക ഒരു കലാകാരന് പറ്റിയ പണിയല്ല. രാഷ്ട്രീയക്കാർക്ക് അതൊട്ടും പറ്റിയതല്ല എന്ന് തന്നെയാണ് എൻ്റെ ഈ പത്മനാഭ മാധ്യമക്കാർ. അതെ